മുതിർന്ന CPIM നേതാവ് ജി സുധാകരനെതിരായ സൈബർ ആക്രമണത്തിനെതിരെ AM ആരിഫ് സൈബർ ആക്രമണം നടത്തുന്നത് പാർട്ടിക്കാരല്ലെന്നും ചെങ്കൊടി എടുത്തവരെല്ലാം കമ്മ്യൂണിസ്റ്റുകളല്ലെന്നും AM ആരിഫ് പറഞ്ഞു. KPCC പരിപാടിയിൽ പങ്കെടുത്തതിന് ജി സുധാകരൻ വിമർശിക്കപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് AM ആരിഫിന്റെ പ്രതികരണം. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം. അല്ല, അതിൽ അങ്ങനെ ഒരു ആക്രമണം പാർട്ടിക്കാരും നടത്തുന്നു എനിക്ക് തോന്നുന്നില്ല. പാർട്ടിക്കാരുടെ പേരും പറഞ്ഞ് പലരും നടന്നുണ്ടാവും. അതൊന്നും പാർട്ടിയുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പ്രതികരണമൊന്നുമല്ല. പാർട്ടി എന്നും പറഞ്ഞ് ധാരാളം പേര് നടക്കുന്നുണ്ടല്ലോ. ചെങ്കൊടി എടുക്കുന്നവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് KPCC പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അദ്ദേഹം പാർട്ടിയിലോട് നീരസത്തിലാണെന്ന് തെറ്റിദ്ധരിച്ച് കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ എന്തെങ്കിലും പാർട്ടിക്കെതിരായി പറയിപ്പിക്കാമെന്ന് കരുതിയൊക്കെ ആയിരിക്കും വിളിച്ചത്. പക്ഷെ അദ്ദേഹം ചെന്ന ഉടനെ പറഞ്ഞത് ഞാൻ പാർട്ടിക്കെതിരായി പറയാൻ എന്നാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് ആരും കരുതണ്ട എന്ന് പറഞ്ഞുകൊണ്ടാ തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയതും കേട്ടത്. എവിടെയോ വായിക്കുകയും എഴുതുകയും ചെയ്തിരുന്നു. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി. മനീഷ്, ഇന്നലെയും നമ്മൾ ജില്ലയിൽ നിന്നുള്ള നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ കണ്ടു. ഇന്നിപ്പോൾ കൂടുതൽ പ്രതികരണം വരുമ്പോൾ ഈ വിഷയത്തിൽ ജി സുധാകരന് പിന്തുണയുമായി നേതാക്കൾ എത്തുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ MLAയും ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ H. സലാമിന്റെ പ്രതികരണം ഇന്നലെ വന്നിരുന്നു. അദ്ദേഹം ചെയ്തതൊരു മഹാ അപരാധമല്ല. ഒപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ അത് CPIMന് കൃത്യമായ ഒരു പെരുമാറ്റച്ചട്ടം സോഷ്യൽ മീഡിയയിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നവരെ ഒക്കെ തന്നെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു H. സലാമിനുള്ളത്. പക്ഷേ ഇത് സംബന്ധിച്ച് പാർട്ടി ജില്ലാ സെക്രട്ടറി R. നാസർ ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇപ്പോഴിതാ CPIMന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള AM ആരിഫിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ചെങ്കൊടി എടുത്തവരെല്ലാം കമ്മ്യൂണിസ്റ്റുകളല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിമർശിച്ചതും ഇത്തരം പോസ്റ്റുകൾ ഇടുന്നതും പാർട്ടിക്കാരല്ല. ധാരാളം പേർ പാർട്ടിക്കാരെന്ന പേരിൽ നടക്കുന്നുണ്ട്. അദ്ദേഹം KPCC പരിപാടിയിൽ പങ്കെടുത്തതിന് വിമർശിക്കപ്പെടേണ്ട ആവശ്യമില്ല. അദ്ദേഹം പങ്കെടുത്ത് അവിടെ സംസാരിച്ചപ്പോഴൊന്നും CPIMനെതിരെ യാതൊരു വിധത്തിലുള്ള വിമർശനങ്ങളും അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മുതിർന്ന CPIM നേതാവ് ജി സുധാകരനെതിരായ ഇത്തരം വിമർശനങ്ങൾ ഒരിക്കലും നടത്താൻ പാടില്ലെന്ന പ്രതികരണമാണ് AM ആരിഫ് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം CPIMന്റെ പ്രായപരിധി മാനദണ്ഡത്തിലടക്കം രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. അതിന് പിന്നാലെ ആയിരുന്നു KPCC സംഘടിപ്പിച്ച ഗാന്ധി ഗുരു കൂടിക്കാഴ്ചയുടെ ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തതും അദ്ദേഹത്തിന് പോരാളി ഷാജി അടക്കമുള്ള സൈബർ ഇടങ്ങളിൽ നിന്നും രൂക്ഷമായ വിമർശനം ഉണ്ടായത്. ഒരേ കണ്ടന്റും ഒരേ ചിത്രങ്ങളുമുള്ള ഒരു ആസൂത്രിതം എന്ന് തോന്നിക്കും വണ്ണമായിരുന്നു പല പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടത്. ജി സുധാകരന്റെ സഹോദരൻ രക്തസാക്ഷിയാണ്. അതുകൊണ്ട് അദ്ദേഹം രക്തസാക്ഷി അദ്ദേഹത്തിന്റെ ചുടുരക്തം മറന്നു. ഒപ്പം തന്നെ ജി സുധാകരനെ MLAയും മന്ത്രിയുമാക്കിയത് പാർട്ടിയാണ്. അത് ജി സുധാകരൻ മറന്ന് ഇപ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നല്ല പിള്ള ചമയുകയാണ്. അതുകൊണ്ട് സുധാകരനോട് പരമ പുച്ഛമാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു. നേരത്തെ ജി സുധാകരനെ വിമർശിച്ചുകൊണ്ട് SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം A. അക്ഷയ് രംഗത്ത് വന്നിരുന്നു. ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചത് ഈ ജി സുധാകരൻ മർക്കട മുഷ്ടിക്കാരനാണ്, മർക്കട മുഷ്ടി ചുരുട്ടിക്കൊണ്ട് തനിക്ക് ശേഷം മറ്റാരും വേണ്ട എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തി. അതുകൊണ്ട് ഉള്ള വിമർശനമായിരുന്നു. അതിനെതിരെ SFIക്ക് കൂടി വിമർശനവുമായി യുവതയുടെ കുന്തവും കുടച്ചക്രം എന്ന രീതിയിൽ ജി സുധാകരൻ മറ്റൊരു കവിതയും എഴുതിയായിരുന്നു അതിനോട് പ്രതികരിച്ചത്. ഇപ്പോഴിതാ ജി സുധാകരനെതിരായിട്ടുള്ള ഇത്തരം സൈബർ ആക്രമണങ്ങളിൽ പാർട്ടി നേതാക്കളുടെ പിന്തുണയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ആലപ്പുഴയിൽ ജില്ലാ സെക്രട്ടറി ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ ചില മുതിർന്ന നേതാക്കൾ സൈബർ ആക്രമണത്തിൽ ജി സുധാകരന് പിന്തുണയുമായി എത്തുന്നുണ്ട് എന്നതിന്റെ വിശദാംശമാണ് മനീഷ് മഹിപാൽ നൽകിയത്.